അപ്പം ഇന്ന് ഞങ്ങൾ മൗറീഷ്യസിലുള്ള അടിപൊളി ഒരു ഹില്ല് കാണാൻ പോവാണ്. സെവൻ കളർ ഹില്ലാണ് അത്. ആ ഹില്ലിൻ്റെ എന്ത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതൊരു 7 കളറിലായിട്ടാണ് നമുക്ക് ആ ഹില്ല് നമുക്ക് കാണാൻ പറ്റുക. അതായത് അതിൻ്റെ കളർ വന്നിട്ട് അതിൻ്റെ മണ്ണ് വന്നിട്ട് 7 കളറാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ എല്ലാവരും കാണുക. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വന്നിട്ട് ഈ സെവൻ കളർ ഹില്ല് കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 മുതൽ 5:30 വരെയാണ് ഇതിൻ്റെ ടൈമിങ്. ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് അതിൽ അലൗഡ് ഉള്ളൂ. അപ്പോൾ ആ സമയത്തിന് വേണം നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ പോകാനായിട്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഒരു 100 അടിയിൽ കൂടുതലൊരു വെള്ളച്ചാട്ടം, അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അതും കാണാൻ നല്ല ഒരു രസമാണ് അത്. അപ്പോൾ എല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണാതെ. Falling fast, sitting here praying that this night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's fact. I feel good, you look great, I like you, I can't wait, a first time. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകണമെങ്കിൽ 49 കിലോമീറ്റർ ദൂരമുണ്ട്, അതായത് പോർട്ടീസിൽ നിന്ന് ഈ സെവൻ കളർ ഹില്ലിലേക്ക്. അപ്പോൾ ബീച്ച് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ അതിൽക്കൂടെ പോകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ബീച്ചിൻ്റെ ആ സൈഡിൽ കൂടെ പോകാൻ നല്ല രസമാണ് നമുക്ക്. ഏകദേശം നമ്മളൊരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ലിമോൺ ബീച്ച് കാണാൻ പറ്റും. ആ ലിമോൺ ബീച്ച് വന്ന് മൗറീഷ്യസിലെ ഏറ്റവും അതിമനോഹരമായൊരു ബീച്ചാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണണം എന്തായാലും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ ബീച്ച് കേപ്പ് വരും. ബീച്ച് കേപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങളൊന്ന് കയറി കാണണം. ബീച്ച് കേപ്പ് അടിപൊളി സ്ഥലമാണ്, ഒരു വ്യൂ പോയിൻ്റൊക്കെ ആയിട്ട് സ്റ്റെപ്പൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി ഒന്ന് കാണുക. അപ്പോൾ അതൊരു അടിപൊളി സ്ഥലമാണ്, അത് മറക്കാണ്ട് കാണുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇടത് സൈഡിലേക്ക് കുന്നിൻ്റെ മുകളിലേക്ക് ഒരു വഴി കാണാം. അവിടെ ഒരു ബോർഡൊക്കെ കാണാം നമുക്ക്, സെവൻ കളർ ഹില്ലിൻ്റെ അതിൻ്റെ ഒരു ബോർഡൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ആ കുന്നിൻ്റെ മുകളിലേക്കാണ് പിന്നെ കയറി പോകേണ്ടത്. അപ്പോൾ അത് ടൈമൊക്കെ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞ പോലെ ടൈം നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. 8:30 മുതൽ 5:30 വരെയാണ് ടൈമിംഗ് ഉള്ളത്, അതിൻ്റെ ഉള്ളിലേക്ക് അലോഡ് ഉള്ളൂ. അപ്പോൾ ആ ടൈമിംഗ് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഈ കാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അതായത് കുറേ കയറ്റവും അതുപോലെ തന്നെ കുറേ ഇറക്കങ്ങളും നല്ല വളവുകളൊക്കെ ആയിട്ടുള്ള കാടാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ആ വഴിക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പോണതിൻ്റെ ഇടയിൽ അവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല അടിപൊളി സ്ഥലങ്ങളും കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മളിറങ്ങി അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ 12 കിലോമീറ്റർ നമ്മൾ ഈ കാട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് കാണാം നമുക്ക്. അപ്പോൾ അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കാണാം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ അവിടുന്ന് 4 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത്, സെവൻ കളർ ഹില്ലിലേക്കുള്ളത്. അപ്പോൾ ഇവിടുന്ന്
പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടേക്ക് നമുക്ക് ഇവിടുന്ന് പോകാം. നമുക്ക് അതായത് ഇപ്പോൾ വീഡിയോ നമുക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ സമയമില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ അടുത്ത സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.